നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ തലസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മണ്ഡലമാണ് നേമം. സംസ്ഥാനത്ത് ബി.ജെ.പി. ഏറെ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലം കൂടിയാണ് നേമം മണ്ഡലം. ദേശീയ ശ്രദ്ധയെ ആകർഷിക്കുന്ന മണ്ഡലം കൂടിയാണിത്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ നേമത്തെ ബി.ജെ.പി. അണികളിൽ ആവേശം അലയടിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് ഇത്തവണ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം മണ്ഡലത്തിൽ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അണികളും. സംരംഭത്തിലെ മികവും സാങ്കേതികവിദ്യയിലെ അഗാധമായ പാഠവും പൊതുപ്രവർത്തനങ്ങളിലെ പ്രതിബദ്ധതയും ഒത്തുചേരുന്ന വ്യക്തിത്വമാണ് രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്തിന്റെ സാങ്കേതിക വളർച്ചയിലും ദേശീയ നയരൂപീകരണത്തിലും നിർണായക പങ്കുവഹിച്ച അദ്ദേഹം ബി.ജെ.പിയുടെ കേരള സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ കേരള രാഷ്ട്രീയത്തിലെ ശ്രദ്ധേയനായ സാന്നിധ്യമാണ്. വ്യക്തമായ കാഴ്ചപ്പാടും വികസനമുഖവുമായ സമീപനവും രാജീവ് ചന്ദ്രശേഖറിനെ സമകാലിക നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നുണ്ട്. 1964 അഹമ്മദാബാദിൽ മലയാളി ദമ്പതികളുടെ മകനായാണ് രാജീവ് ചന്ദ്രശേഖരന്റെ ജനനം. ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിരുന്ന പിതാവ് എൻ.കെ. ചന്ദ്രശേഖരൻ പകർന്നു നൽകിയ അച്ചടക്കവും രാജ്യസ്നേഹവുമാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന് അടിത്തറ പകിയത്. സേവനത്തിന്റെയും കർത്തവ്യബോധത്തിന്റെയും അന്തരീക്ഷത്തിൽ വളർന്ന അദ്ദേഹത്തിന് രാഷ്ട്രത്തോടുള്ള കടമ ഒരു ജീവിത വ്രതമായിരിക്കുകയാണ്. പൊതുജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും കുടുംബത്തിന് എന്നും പ്രാധാന്യം നൽകുന്ന വ്യക്തിയാണ് അദ്ദേഹം. മക്കളായ വേദും ദേവികയും അദ്ദേഹത്തിന് എന്നും താങ്ങും തണലുമായി ഒപ്പമുണ്ട്. രാജ്യത്തിന്റെ സാങ്കേതിക കുതിപ്പിന് ചുക്കാൻ പിടിച്ച കരങ്ങൾ. പ്രൊഫഷണൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ ലോക പ്രശസ്ത കമ്പനിയായ ഇന്റലിൽ പ്രവർത്തിച്ച അദ്ദേഹം പേഴ്സണൽ കമ്പ്യൂട്ടറിന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായ പ്രോസസർ രൂപകൽപ്പന ചെയ്ത ടീമിലെ പ്രധാനിയായിരുന്നു. പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം രാജ്യത്തെ ആദ്യത്തെ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളിലൊന്നായ BPL മൊബൈൽ സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ടെലികോം വിപ്ലവത്തിന് തിരികൊളുത്തി. ടെലികോം രംഗത്ത് സംഭാവനകൾക്ക് പുറമെ നിരവധി ടെക്നോളജി മീഡിയ സംരംഭങ്ങൾക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന നിക്ഷേപ സ്ഥാപനമായ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ചു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ ശശി തരൂരിനെതിരെ അദ്ദേഹം നയിച്ച പോരാട്ടം കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരേടാണ്. വിജയത്തിനരികെ വരെ എത്തിയ ആ തെരഞ്ഞെടുപ്പിൽ നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിൽ നിർണായകമായ ഭൂരിപക്ഷം നേടാൻ അദ്ദേഹത്തിന് സാധിച്ചു. 2025 ബി.ജെ.പി. കേരള ഘടകത്തിൽ സംസ്ഥാന അധ്യക്ഷനായി ചുമതലയേറ്റ അദ്ദേഹം പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾക്ക് പ്രൊഫഷണൽ മികവ് നൽകി. രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ചരിത്രപരമായ മുന്നേറ്റമാണ് നടത്തുകയും തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഐതിഹാസികമായ വിജയം ഉൾപ്പെടെ ഗ്രാമനഗര ഭേദമന്യേ പാർട്ടിയുടെ സ്വാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കേരളത്തിലെ ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെടുന്ന നേതാവാണ് രാജീവ് ചന്ദ്രശേഖർ. ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാണാതായ സ്വർണത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തിക്കാട്ടി ക്ഷേത്രകാര്യങ്ങളിലെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ അദ്ദേഹം സെക്രട്ടേറിയറ്റിന് മുന്നിൽ 24 മണിക്കൂർ നീണ്ട പ്രതിഷേധം ഉൾപ്പെടെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകി. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, കന്നഡ എന്നീ ഭാഷകളിൽ പ്രാവീണ്യമുള്ള രാജീവ് ചന്ദ്രശേഖർ സാങ്കേതികവിദ്യ, സംരംഭകത്വം, രാഷ്ട്രീയം എന്നിവയുടെ സംഗമഭൂമിയിലെ അചഞ്ചലനായ സാന്നിധ്യമാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ആധുനികവും വികസനോന്മുഖവുമായ ഒരു കാഴ്ചപ്പാട് പാർട്ടിയുടെ സംഘടനാപരമായ വളർച്ചയ്ക്കും തന്ത്രപരമായ മുന്നേറ്റത്തിനും അദ്ദേഹം പകർന്നു നൽകി. അതേസമയം നേമത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് രാജീവ് ചന്ദ്രശേഖറിനുള്ളത്. നേമത്തെ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ വഴി പ്രശ്നത്തിലും രാജീവ് ചന്ദ്രശേഖർ ശക്തമായി ഇടപെടുകയും പരിഹാരം കാണുകയും ചെയ്തു. ഇതെല്ലാം രാജീവ് ചന്ദ്രശേഖറിന് മണ്ഡലത്തിൽ ഏറെ ഗുണം ചെയ്യും. കൂടാതെ ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാലയുടെ സുഗമമായ നടത്തിപ്പിൽ സജീവമായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. ഇത്തവണത്തെ നേമം മണ്ഡലത്തിൽ മത്സരം തീപാറും. LDFന്റെ കയ്യിൽ നിന്നും മണ്ഡലം പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി.ജെ.പി. ക്യാമ്പ്. ബി.ജെ.പിക്ക് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ശക്തനായ മത്സരാർത്ഥി കൂടി വന്നതോടെ നേമത്ത് വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് ബി.ജെ.പി. നേതൃത്വം.